കശ്മീരിൽ വർഷങ്ങളോളം അടഞ്ഞുകിടന്ന ഒരു ക്രിസ്തീയ ദേവാലയം വീണ്ടും തുറന്നത് ഒരു നാടിന്റെ ഇരുണ്ട കാലഘട്ടത്തെ മുറിച്ചായതിനെ തുടച്ചു നീക്കാൻ പോകുന്ന ഒരു ചെറിയ സൂചനയാണ്. കശ്മീരിലെ ശ്രീനഗറിലെ ചരിത്രപരവും രാഷ്ട്രീയവും വാണിജ്യപരവുമായ ഹൃദയഭൂമിയായ ലാൽ ചൌകിലെ സെന്റ് ലൂക്കസ് പള്ളി ഏതാണ്ട് 30 വർഷങ്ങളോളമാണ് അടഞ്ഞുകിടന്നത്. 1989 തുടങ്ങിയ ഭീകരതയുടെ ഉയർച്ച, കാശ്മീരിൽ ആയുധ സമരവും ഭീകരാക്രമണങ്ങളും ശക്തി പ്രാപിച്ചത് സാധാരണ ജനജീവിതത്തെ മുഴുവൻ ബാധിച്ചു. കാശ്മീരി പണ്ഡിറ്റുകൾ പുറന്തള്ളപ്പെട്ടതോടൊപ്പം മറ്റ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അടക്കമുള്ള ന്യൂനപക്ഷങ്ങളിൽ നിരവധി പേരാണ് സുരക്ഷാ ഭീഷണിയുടെ കാരണത്താൽ പ്രദേശം വിട്ടുപോയത്. അതോടെ പ്രദേശത്ത് ക്രിസ്ത്യൻ സമൂഹം വളരെ കുറവായി. സഭയിൽ എത്തുന്ന വിശ്വാസികൾ ഇല്ലാതാവുകയും സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നതിനാലും പള്ളിയിൽ സ്ഥിരമായി ആരാധന നടത്താൻ സാധിക്കാതെ പോയി. ഇത് കാരണം പള്ളി വർഷങ്ങളോളം അടഞ്ഞ നിലയിൽ തുടർന്നു, ഏകദേശം 30 വർഷത്തോളം. ചുരുക്കി പറഞ്ഞാൽ കാശ്മീരിലെ ഭീകരത, സുരക്ഷാ ഭീഷണി, ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ പുറന്തള്ളൽ എന്നിവയാണ് ഈ പള്ളി അടക്കേണ്ടി വന്ന പ്രധാന കാരണങ്ങൾ. ഇതിനുശേഷം പ്രദേശത്തെ സ്ഥിതി മെച്ചപ്പെട്ടതോടെയാണ് പള്ളി പുനരുദ്ധീകരിച്ച് വീണ്ടും തുറന്നുകൊടുത്തത്. 3 പതിറ്റാണ്ടോളം അടച്ചിടേണ്ട പള്ളി നിലവിൽ തുറന്ന് ആരാധന നടത്താൻ കാരണമായത് 2019 ഒക്ടോബർ 31 മുതൽ കാശ്മീർ യൂണിയൻ ടെറിട്ടറി ആയതിനാലാണ്. കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായതോടെ പല പദ്ധതികളും അവിടെ നടപ്പിലാക്കാൻ സാധിച്ചു. അതിൽ പള്ളി പുനരുദ്ധീകരിക്കാൻ പ്രധാന കാരണമായത് ഈ പള്ളി ശ്രീനഗർ സ്മാർട്ട് സിറ്റി ലിമിറ്റഡ് എന്ന പദ്ധതിയുടെ ഭാഗമായി മാറിയതോടെയാണ്. പള്ളി ഒരു ചരിത്ര പൈതൃകമായി കണക്കാക്കി സംരക്ഷിക്കാൻ സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകി. പഴയ ആർക്കിടെക്ചർ നിലനിർത്തി. കെട്ടിടം പുതുക്കി സുരക്ഷിതമാക്കാൻ സർക്കാർ അതിനുള്ള ധനസഹായവും നൽകി. സെയിന്റ് ലൂക്കസ് ചർച്ച് പൊതുസമൂഹത്തിന് വീണ്ടും തുറന്ന് കൊടുത്തത് 2021 ഡിസംബർ 24 ക്രിസ്മസിനാണ്. ആ ദിവസം തന്നെ പള്ളിയിൽ വർഷങ്ങൾക്കു ശേഷം വീണ്ടും ആരാധനയും സംഘടിപ്പിച്ചു. 2025 ജൂൺ 15 പള്ളി പുതുക്കിപ്പണിതതിന് ശേഷം വീണ്ടും ഔദ്യോഗികമായി സമർപ്പിക്കുകയും സഭാ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗത്തിലാക്കുകയും ചെയ്തത്. ഈ ഒരു ഒറ്റ പള്ളി മാത്രമല്ല സർക്കാർ പുനരുദ്ധീകരണം നടത്തിയത്. 2021 ഉണ്ടായ തീപിടുത്തത്തിന് ശേഷം ഹോളി ഫാമിലി കത്തോലിക്ക ചർച്ചും പുനരുദ്ധീകരിച്ച് വിശ്വാസികൾക്കായി വീണ്ടും സജീവമാക്കി. കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദർഗുകളിൽ ഒന്നായ ഹസ്ബൽ ഷെരിനും 1400 വർഷം പഴക്കമുള്ള ജുമാ മസ്ജിദും കാശ്മീരി പണ്ഡിറ്റുകളുടെ പ്രധാന ക്ഷേത്രമായ ഗീർ ഭവാനി ടെമ്പിളും ശ്രീനഗറിലെ പർവ്വത മുകളിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമായ ശങ്കരാചാര്യ ടെമ്പിൾ അടക്കം പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യവും സുരക്ഷാ നിയന്ത്രണങ്ങളും ഒരുക്കി. പൈതൃക സംരക്ഷണത്തിന്റെ ഭാഗമായാണ് ഇതെല്ലാം ചെയ്തത്. സ്മാർട്ട് സിറ്റി മിഷൻ, ഹെറിറ്റേജ് കൺസർവേഷൻ തുടങ്ങിയ പദ്ധതികളിലൂടെ ഇവയെല്ലാം നടപ്പാക്കാൻ കാരണം മതപൈതൃക സംരക്ഷണവും ടൂറിസ്റ്റ് വികസനം എന്നീ ലക്ഷ്യങ്ങളുണ്ടെങ്കിലും അടിസ്ഥാനപരമായി വിവിധ മതങ്ങളിലെ ആരാധനാലയങ്ങൾ വീണ്ടും സജീവമാകുകയാണ്. ഇതെല്ലാം ഒരു നാടിന്റെ ഇരുണ്ട കാലഘട്ടത്തെ തന്നെ തുടച്ചു നീക്കും എന്ന പ്രതീക്ഷക്ക് ജീവൻ വെക്കുക കൂടിയാണ് ചെയ്യുന്നത്.